ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും ക്രിസ്മസിൻ്റെ തിരുപ്പിറവിയുടെ ആശംസകൾ സ്നേഹപൂർവ്വം നേരുകയാണ്. ആണ്ടുവട്ടത്തിൽ നമുക്ക് ഏറ്റവും സന്തോഷം നൽകുന്ന തിരുനാളാണ് ക്രിസ്മസ്. അത് കാഴ്ചകൾ കൊണ്ടും അനുഭവങ്ങൾ കൊണ്ടും പ്രാർത്ഥനകൾ കൊണ്ടും രുചികൾ കൊണ്ടുപോലും നമുക്കേറെ ഹൃദ്യത പകരുന്ന ഒരു തിരുനാളാണ് ക്രിസ്മസ്. നമ്മുടെ ഭവനങ്ങളിലൊക്കെ നമ്മൾ ഒരുമിച്ച് കൂടുകയും അവധിക്കാലം ചെലവഴിക്കുകയും ഒക്കെ ചെയ്യുന്ന നല്ല ഓർമ്മകളുടെ, മുതിർന്നൊരു തലമുറയ്ക്ക് നല്ല നൊസ്റ്റാൾജിയയുടെ ഭാഗം കൂടിയാണ് ക്രിസ്മസ്. ഒത്തിരി ചിന്തകൾ നമ്മളിലേക്ക് ഒഴുകിയെത്തുന്ന കാലമാണ് ഈ ദിവസങ്ങളിലൊക്കെ. പ്രത്യേകിച്ച് ശാലോമിലൂടെയും അല്ലെങ്കിൽ മറ്റ് പല വിധത്തിലുള്ള ശുശ്രൂഷകളുടെ പ്ലാറ്റ്ഫോംസിലൂടെയൊക്കെ ഒത്തിരി ദൈവാനുഭവമുള്ള ചിന്തകൾ പലരിലൂടെ നമ്മളിലേക്ക് എത്തിയ കാലമല്ലേ ക്രിസ്മസ് കാലം. അപ്പം ഞാൻ ശ്രമിക്കുന്നത് ഒരു ചെറിയ ചിന്തയെ പങ്കുവയ്ക്കാനാണ്. ഏറ്റവും ലളിതമായ ഒരു ചിന്ത. ആഫ്റ്റർ ഓൾ വാട്ട് ഈസ് ക്രിസ്മസ്? ആഫ്റ്റർ ഓൾ വാട്ട് ഈസ് ക്രിസ്മസ്? ക്രിസ്മസിനെ ഏറ്റവും സിമ്പിളായിട്ട് നിർവചിച്ചാൽ ദൈവം മനുഷ്യനായതിൻ്റെ ഓർമ്മ പെരുന്നാൾ. അത്രയേ ഉള്ളൂ. ദൈവം മനുഷ്യനായതിൻ്റെ ഓർമ്മയാണ് ക്രിസ്മസ്. ദൈവം മനുഷ്യനായി എല്ലാ അർത്ഥത്തിലും. ആ ദൈവം മനുഷ്യനായെന്നൊക്കെ ഒറ്റവാക്കിലങ്ങ് പറഞ്ഞു തീർക്കാതെ നമ്മളതിൻ്റെ അടരുകളെയൊക്കെ ധ്യാനിക്കണം. ദൈവം മനുഷ്യനായി എന്തൊക്കെയാ? അവൻ മനുഷ്യ ശരീരം ധരിച്ചു. മനുഷ്യൻ്റെ ശരീരം ദൈവം ധരിച്ചു. മനുഷ്യൻ്റെ ഭാഷ ദൈവം സംസാരിച്ചു. മനുഷ്യൻ ധരിക്കുന്ന വസ്ത്രം ധരിച്ചു. മനുഷ്യൻ കഴിക്കുന്ന ഭക്ഷണം കഴിച്ചു. കാലിത്തൊഴുത്തിൻ്റെ ദാരിദ്ര്യത്തിലേക്ക് പിറന്നു വീണു. ഒരു സാധാരണ അപ്പനും അമ്മയ്ക്കും വിധേയപ്പെട്ട് ജീവിച്ചു. എന്തോരോ, അതായത് ദൈവം മനുഷ്യനാകുക എന്ന് പറയുമ്പോൾ നമ്മൾ ഒറ്റ വാക്കിൽ പറഞ്ഞു തീർത്താൽ പോരാ. അതിനപ്പുറത്ത് അതിനെ ധ്യാനിച്ച് പോകുമ്പോൾ അത്ഭുതമാണ്. എങ്ങനെ സാധിക്കുന്നു? എങ്ങനെ സാധിക്കുന്നു? ഇനിയാണ് നമുക്കുള്ള ചിന്ത. നമ്മൾ ഈ ക്രിസ്മസിന് വ്യക്തികളും കുടുംബങ്ങളും സഭയുമൊക്കെ ധ്യാനിക്കേണ്ട ക്രിസ്മസ് ചിന്ത ഇതാണ്. ദൈവത്തിന് താഴേക്കിറങ്ങാമെങ്കിൽ ഇനി ആർക്കും താഴേക്കിറങ്ങാം. ദൈവത്തിന് താഴോട്ട് വരാമെങ്കിൽ ഇനി ആർക്കും താഴോട്ട് വരാം. നമുക്കൊക്കെ ഭയമാണ് താന്നു കൊടുക്കാൻ. ഒന്ന് താഴാൻ പറ്റുന്നില്ല. അവിടെയാണ് ക്രിസ്മസിലേക്ക് നോക്കേണ്ടത്. നമ്മളൊക്കെ കൊട്ടിഘോഷിക്കുന്ന ഈ തിരുനാളിലേക്ക് നോക്കേണ്ടത്. ദൈവം താഴേക്കിറങ്ങിയെങ്കിൽ ഇനി നമ്മളും താഴേക്കിറങ്ങാൻ മടിക്കേണ്ട. അതാരും ആകട്ടെ. വീട്ടിലെ അപ്പൻ്റെ ആ അധികാരത്തിൻ്റെ ചെങ്കോലൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് മക്കളുടെ നിസ്സാരതകളിലേക്ക്, അവരുടെ കൊച്ചു കുസൃതികളിലേക്ക്, അവരുടെ തമാശകളിലേക്ക്, അവരുടെ വീഴ്ചകളിലേക്ക് ഒന്ന് മനസ്സിലാക്കാൻ പാകത്തിൽ ഒന്ന് താഴേക്കിറങ്ങി വന്നുകൂടെ? ഒരു അധികാരി മുകളിലിരിക്കേണ്ടവനും ബാക്കിയുള്ളവരെല്ലാം താഴെയുമെന്നുള്ള ചിന്തയെ തന്നെ ക്രിസ്മസ് തകർത്ത് കളയുക. ക്രിസ്മസ് പറയുന്നു, ദൈവം പറയുന്നു, ഞാൻ താഴേക്കിറങ്ങിയെങ്കിൽ ഇനി നിങ്ങൾക്കും മടി കൂടാതെ താഴേക്കിറങ്ങാം. നമുക്ക് ഈ ക്രിസ്മസിന് പഠിക്കേണ്ട ഒരു പാഠം, നമ്മുടെയൊക്കെ മനസ്സിൽ ഈ സുപ്പീരിയർ ഇൻഫീരിയർ കൺസെപ്റ്റ് ഉണ്ട്. നമ്മൾ ആരുടെയെങ്കിലുമൊക്കെ മുമ്പിൽ നമ്മൾ സുപ്പീരിയർ കളിക്കുന്നുണ്ട്. അതിൻ്റെ ആവശ്യമില്ല. താഴേക്കൊന്ന് എളിമപ്പെടാം. അവരുടെ നിസ്സാരതകളിലേക്ക്, അവരുടെ സങ്കടങ്ങളിലേക്ക്, അവരുടെ ബലഹീനതകളിലേക്ക് ഒന്ന് താഴോട്ടിറങ്ങിച്ചെന്ന് അവരുടെ ചേർത്ത് പിടിക്കാൻ ഉള്ള മനസ്സ് പകർന്നു നൽകുന്നുണ്ട് ഈ തിരുനാളെന്ന് സ്നേഹത്തോടെ ഓർമ്മിക്കാം. പ്രിയമുള്ളവരെ, ഒറ്റ വാക്യത്തിൽ ക്രിസ്മസിനെ മനസ്സിലാക്കുക, ചിന്തിക്കുക. അതൊരേ സമയം ഒരു ധ്യാനവും ഒരു വെല്ലുവിളിയുമാണ്. ക്രിസ്മസ് എന്താണ്? ദൈവം താഴേക്കിറങ്ങിയതിൻ്റെ ഓർമ്മയും ആഘോഷവും. ദൈവത്തിന് താഴേക്കിറങ്ങാമെങ്കിൽ ഇനി ആർക്കും താഴേക്കിറങ്ങാം. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ആമേൻ.